ഖാലിസ്ഥാനി ഭീകരവാദികളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ഒരു പട്ടിക ഇന്ത്യ കാനഡയ്ക്ക് അയച്ചിരുന്നു. അതിൽ അവരുടെ ചിത്രങ്ങളുണ്ടായിരുന്നു, പേരുകളുണ്ടായിരുന്നു, അവർ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ എല്ലാം വ്യക്തമായ തെളിവുകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് മേടിച്ച് വായിച്ചു നോക്കി അങ്ങ് മാറ്റിവെച്ചു എന്നതല്ലാതെ പ്രത്യേകിച്ച് നടപടികളൊന്നും എടുക്കാൻ കാനഡ തയ്യാറായില്ല. കാരണം വേറെയൊന്നുമല്ല, ആ പട്ടികയിലുള്ള പലരും കനേഡിയൻ പൗരന്മാർ തന്നെയായിരുന്നു. ഇന്ത്യക്കെതിരെ നിരന്തരമായി ഇന്ത്യൻ എംബസികളുടെ പുറത്തു നിന്ന് മുദ്രാവാക്യം വിളിക്കുക, ഇന്ത്യയെ കുറ്റപ്പെടുത്തുക, ഇന്ത്യൻ പതാകയെ പോലും അപമാനിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഖാലിസ്ഥാനി ഭീകരവാദികൾ ലോകമെമ്പാടും ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിനെതിരെ ഇന്ത്യ നിരവധി രാജ്യങ്ങൾക്ക് കത്തുകൾ അയച്ചിട്ടുമുണ്ട്. അതിലൊരു രാജ്യം തന്നെയായിരുന്നു കാനഡ. എന്നാൽ ഈ കത്ത് ലഭിച്ചപ്പോഴും ഒരു മാസത്തേക്ക് യാതൊരുവിധ നടപടികളും എടുക്കാൻ അവർ തയ്യാറായില്ല. കുറച്ച് സമയം നമ്മൾ പറയും, അതിനുശേഷം അടിയാണ് എന്ന് പറയുന്നത് പോലുള്ള കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. അജ്ഞാതരുടെ ആക്രമണത്തിൽ ഖാലിസ്ഥാനി ഭീകരവാദികൾ ഓരോന്നായി കൊല ചെയ്യപ്പെടുന്ന കാഴ്ച. ആരാണ് കൊന്നത് എന്ന് നമുക്കറിയില്ല, അജ്ഞാതരാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാനിൽ വെച്ചും UK-യിൽ വെച്ചും, എന്തിന് നാറ്റോ അംഗരാജ്യമായിട്ടുള്ള കാനഡയിൽ വെച്ച് പോലും ഖാലിസ്ഥാനി ഭീകരവാദികൾ ഓരോന്നായി കൊല ചെയ്യപ്പെട്ടു. ഇത്തരത്തിൽ കനേഡിയൻ പൗരനും ഖാലിസ്ഥാനി ഭീകരവാദിയുമായിട്ടുള്ള ഹർദീപ് സിംഗ് നിജ്ജാറും കൊല ചെയ്യപ്പെട്ടു. പലരും കൊല ചെയ്യപ്പെട്ടത് വെടിയേറ്റും, ചിലരെല്ലാം ഉള്ളിൽ വിഷം ചെന്നും, മറ്റു ചിലർ കാർ ആക്സിഡന്റിലുമെല്ലാമാണ്. എന്തായാലും ഹർദീപ് സിംഗ് നിജ്ജാർ കൊല ചെയ്യപ്പെട്ടത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധങ്ങളെ വഷളാക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോഴും നമുക്ക് സംശയങ്ങളുണ്ട്. എന്താണ് ഈ ഖാലിസ്ഥാൻ? ആരാണ് ഈ ഖാലിസ്ഥാനി ഭീകരവാദികൾ? എന്താണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നങ്ങൾ? ആരാണ് ഈ കൊലകളെല്ലാം നടത്തുന്ന അജ്ഞാതൻ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്താണ് ഖാലിസ്ഥാൻ എന്ന തീവ്രവാദ വിഘടനവാദ സംഘടന? സിഖ് മതസ്ഥർക്ക് വേണ്ടി ഖാലിസ്ഥാൻ എന്ന പേരിൽ സ്വതന്ത്രമായ ഒരു രാജ്യം വേണമെന്നാവശ്യപ്പെടുന്ന ഒരു വിഘടനവാദ തീവ്രവാദ സംഘടനയാണിത്. ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ്. ഇന്ത്യയിൽ ഈ സംഘടനയുടെ വിവിധ സഖ്യകക്ഷികളെയെല്ലാം ഇന്ത്യ തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞ് നിരോധിച്ചിട്ടുമുണ്ട്. ഇവർ പറയുന്നത് എന്താണെന്നറിയോ? പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ഹിമാചൽ പ്രദേശിൻ്റെയും ചില ഭാഗങ്ങളെ കോർത്തിണക്കി സിഖുകാർക്ക് വേണ്ടി ഖാലിസ്ഥാൻ എന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യം വേണം. സിഖുകാർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുമ്പോൾ തന്നെ ഇന്ത്യയിലുള്ള സ്ഥലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതിനാൽ ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയെയും ഭരണഘടനയെയും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഖാലിസ്ഥാന് വേണ്ടി ആവശ്യമുന്നയിക്കുന്ന നിരവധി സംഘടനകളും നിരവധി നേതാക്കന്മാരും ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് പഞ്ചാബ് മാത്രം വ്യത്യസ്തമായ ഒരു രാജ്യമാക്കണമെന്നാണ്. ചിലർ പറയുന്നത് പഞ്ചാബ് പ്രവിശ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാകിസ്ഥാനിലേക്ക് കൂടി വ്യാപിച്ചു കിടക്കുന്നതാണ് അല്ലേ? പഞ്ചാബിന്റെ അതിർത്തി നോക്കിയാൽ നമുക്ക് വ്യക്തമാണ്, പാകിസ്ഥാനിലേക്കും പഞ്ചാബ് പ്രവിശ്യ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാന്റെ ചില ഭാഗങ്ങളും ഞങ്ങൾക്ക് വേണം. അതെല്ലാം കൂട്ടി സിഖ് മതസ്ഥർക്ക് വേണ്ടി സ്വതന്ത്രമായിട്ടുള്ള ഖാലിസ്ഥാൻ എന്നൊരു സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഖാലിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ തലസ്ഥാനമായി ഷിംലയും ലാഹോറും ആയിരിക്കുമെന്നാണ് പല നേതാക്കളും പറയുന്നത്. എന്നാൽ ഈ ഒരു ഖാലിസ്ഥാൻ മൂവ്മെന്റിന്റെ തുടക്കം എവിടെ നിന്നാണ്? 1929 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മോത്തിലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചിരുന്നു. ഈ സമയത്ത് ഇതിനെ എതിർത്തത് പ്രധാനമായിട്ടും 3 നേതാക്കന്മാരായിരുന്നു. ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി അംബേദ്കറും മുസ്ലിം വിഭാഗത്തിന് വേണ്ടി മുഹമ്മദ് അലി ജിന്നയും സിഖ് വിഭാഗത്തിന് വേണ്ടി താരാ സിംഗും ആ സമയത്ത് ഒരു വാദം ഉന്നയിച്ചു. ഈ സമയത്താണ് വാസ്തവത്തിൽ സിഖുകാർക്ക് സ്വതന്ത്രമായിട്ടൊരു രാജ്യം വേണമെന്ന ആവശ്യം ഉയർന്ന ശബ്ദത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കേൾക്കാൻ തുടങ്ങിയത്. പിന്നീട് ഈ ആവശ്യം പലരും പല സമയത്തും ഉന്നയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ഒന്നായിരുന്നു. ആ സമയത്ത് മുസ്ലിം ജനവിഭാഗത്തിന് വേറൊരു രാജ്യം വേണം, ഹിന്ദുക്കൾക്ക് വേറൊരു രാജ്യം വേണം, സിഖുകാർക്ക് വേറൊരു രാജ്യം വേണമെന്ന ആവശ്യമെല്ലാം ദേശീയ രാഷ്ട്രീയത്തിൽ പല ദിക്കുകളിൽ നിന്നും കേട്ടുകൊണ്ടേയിരുന്ന ഒരു കാര്യമായിരുന്നു. 1947 ഇതിനുവേണ്ടി പഞ്ചാബി സുബാ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഘടനയും ഉദയം ചെയ്തിരുന്നു. നീണ്ട 19 വർഷത്തോളം ഇതിൻ്റെ പേരിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. നിരവധി ആവശ്യങ്ങളും ഉന്നയിക്കപ്പെട്ടിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലുള്ള നേതാക്കന്മാർക്ക് വലിയ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. എന്നാൽ 1966 ഇതിനൊരു തീരുമാനമാകട്ടെ എന്ന നിലയിൽ ഇന്ദിരാഗാന്ധി അന്നത്തെ പഞ്ചാബിനെ വിഭജിക്കുകയാണ്. അതായത് ആ സമയത്താണ് പഞ്ചാബ് എന്ന ഇന്ന് നമ്മൾ കാണുന്ന സംസ്ഥാനവും ഹരിയാന എന്ന സംസ്ഥാനവും ഇതിൻ്റെ രണ്ടിൻ്റെയും തലസ്ഥാനമായിട്ടുള്ള ചണ്ഡീഗഡ് എന്ന കേന്ദ്രഭരണ പ്രദേശവും പിറക്കുന്നത്. എന്നാൽ അതോടെ പ്രശ്നങ്ങൾ തീർന്നോ? തീർച്ചയായിട്ടും ഇല്ല. സിഖ് മതസ്ഥർക്ക് വേണ്ടി സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യം വേണമെന്ന ആവശ്യം പിന്നെയും ഉയർന്നു വരികയാണ്. 1970കളിലും 80കളിലുമെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ജർണയിൽ സിംഗ് ഭിന്ദ്രൻവാലെ എന്ന വലിയ നേതാവിന്റെ ഉദയം തന്നെ ഖാലിസ്ഥാനി മൂവ്മെന്റ് നടത്തുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഭിന്ദ്രൻവാലെ എന്ന് പറയുന്ന നേതാവിന്റെ കൂടെ ചേർന്നത് ഇന്ത്യൻ പട്ടാളത്തിൽ ഉയർന്ന പദവികൾ വഹിച്ചിരുന്ന ആളുകൾ പോലുമായിരുന്നു. വലിയ രീതിയിലുള്ള ആയുധ ശേഖരം ഇവരുടെ കയ്യിലുണ്ടായിരുന്നു.
ഇന്ത്യ എന്ന് ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ പഞ്ചാബിന്റെ പല സ്ഥലങ്ങളും മാറുകയാണ്. കാരണം ഇന്ത്യൻ നിയമങ്ങൾക്കോ പോലീസുകാർക്കോ അങ്ങോട്ട് പ്രവേശനമില്ലായിരുന്നു. അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് അവർ കൂടി തീരുമാനിക്കുന്ന ഒരു സംഘം ആളുകളായിരുന്നു. അവർക്ക് സ്വന്തമായി അവരുടെ നിയമ നടത്തിപ്പ് പോലും ഉണ്ടായിരുന്നു. ഇന്ത്യൻ നിയമവാഴ്ചയെ അപ്രസക്തമാക്കുന്ന രീതിയിൽ പഞ്ചാബിന്റെ പല ഭാഗങ്ങളും മാറി. സുവർണ ക്ഷേത്രം കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നിരുന്നത്. ഭിന്ദ്രൻവാലയെ അറസ്റ്റ് ചെയ്യാൻ പല സമയത്ത് ഇന്ത്യൻ പട്ടാളവും പോലീസും എല്ലാം ശ്രമിക്കുന്നുണ്ട് എങ്കിലും സുവർണ ക്ഷേത്രമാണ് ഇവർ ഒളിത്താവളമാക്കി വെക്കുന്നത്. നമുക്കറിയാം, സിഖ് മതം എന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ് സുവർണക്ഷേത്രം. ആ സുവർണ ക്ഷേത്രത്തിൽ കയറി ആക്രമണം നടത്താനോ അവിടെ ഒരു കലഹം ഉണ്ടാക്കാനോ എന്നും ഇന്ത്യക്ക് സാധിക്കുന്നതല്ല. കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടെ വിശ്വാസത്തിലെടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന നില വന്ന സമയത്ത് ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യയുടെ ഉരുക്കു വനിതയുടെ ഉത്തരവ് പ്രകാരം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തുകയാണ്. വലിയ രീതിയിലുള്ള പോരാട്ടമാണ് ഈ ഭിന്ദ്രൻവാലയുടെ സംഘവും ഇന്ത്യൻ പട്ടാളവും തമ്മിൽ അന്ന് നടന്നത്. എന്നാൽ ഇന്ത്യൻ സൈന്യം അന്ന് വിജയിച്ചു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതിന് വിലയായിട്ട് കൊടുക്കേണ്ടി വന്നത് എന്താണ്? ഇന്ദിരാഗാന്ധിയുടെ ജീവൻ തന്നെയായിരുന്നു. ഇന്ദിരാഗാന്ധിയെ ഖാലിസ്ഥാനി ഭീകരവാദികൾ വധിക്കാൻ കാരണമായത് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതക ശേഷം സിഖ് മതവിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് നേരെ ആസൂത്രിതമായ കലാപവും പിന്നീട് നടന്നിരുന്നു. ഇന്ത്യൻ ചരിത്രം കണ്ട ഏറ്റവും വലിയ ന്യൂനപക്ഷ വംശഹത്യ. എന്നാൽ ഈ ഒരു കാര്യം കൂടെ കിട്ടിയിരിക്കുകയാണ്. അതായത് കുറേ അധികം ജനങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു. മതത്തിന്റെ പേരിലാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, വിഘടനവാദ തീവ്രവാദ ശക്തികളുടെ ഏറ്റവും വലിയ ആയുധം എന്താണ്? വർഗീയ കലാപങ്ങൾ തന്നെയാണ്. ഈ വർഗീയ കലാപത്തെ മുതലാക്കിക്കൊണ്ട് ഖാലിസ്ഥാനി മൂവ്മെന്റിനെ പിന്നെയും വളർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാം, ഒരു മതത്തിൽപ്പെട്ട ആളുകൾ ഭീകരവാദം നടത്തുന്നുണ്ട് എങ്കിൽ ആ മതം മുഴുവൻ ഭീകരവാദമാണ് എന്നൊരർത്ഥമില്ല. സിഖുകാർ മുഴുവൻ ഭീകരവാദികളാണ് എന്നും അർത്ഥമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൽ സിഖ് റെജിമെന്റ് എന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. കുടുംബത്തിൽ നിന്ന് ഒരു പട്ടാളക്കാരനെങ്കിലും രാജ്യത്തെ സേവിക്കുന്നത് അഭിമാനമാണ് എന്ന് കരുതുന്ന ധാരാളം കുടുംബങ്ങളും വീടുകളുമുള്ള സ്ഥലമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. സിഖ് മതവിശ്വാസികളിൽ പലരും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന ആളുകളുമാണ്. എന്നാൽ ഖാലിസ്ഥാൻ മൂവ്മെന്റ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറോടെ കുറച്ചെല്ലാം അടിച്ചമർത്തപ്പെട്ടുവെങ്കിലും അവർ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് തന്നെ വരുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് അവർ നിരവധി ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഉടനീളം നടത്തിയിരുന്നു. വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യുക, അന്യമതസ്ഥരെ പ്രത്യേകിച്ച് ഹിന്ദു ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊല്ലുക, വെടിയുതിർത്ത് കൊന്നിട്ടുണ്ട്, ബോംബെറിഞ്ഞ് കൊന്നിട്ടുണ്ട്, ഗ്രനേഡ് എറിഞ്ഞെല്ലാം ഇവർ കൊന്നിട്ടുണ്ട്. 50-ലധികം ആളുകൾ ഒറ്റയടിക്ക് മരിച്ച നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങളെ ആക്രമിക്കുക, ഹിന്ദു ഉത്സവങ്ങളെ ആക്രമിക്കുക, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ വകവരുത്താൻ ഗൂഢാലോചന നടത്തുക. പല രാഷ്ട്രീയ നേതാക്കളെയും പഞ്ചാബിൽ കൊന്നിട്ടുണ്ട്. അതായത് CPIM-ന്റെ നേതാക്കളെയും RSSന്റെ നേതാക്കളെയും കോൺഗ്രസിന്റെ നേതാക്കളെയും എല്ലാം ഇവർ വകവരുത്തിയിട്ടുമുണ്ട്. രാഷ്ട്രീയപരമായ എതിരാളികളെ ചാവേർ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തുന്ന ഒരു ലക്ഷണമൊത്ത ഭീകരവാദ സംഘടന എന്ന പേര് ഖാലിസ്ഥാൻ മൂവ്മെന്റ് പതിയെ നേടിയെടുക്കുകയാണ്. ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയെയും സുരക്ഷയെയും ബാധിക്കുന്ന ഒരു ലക്ഷണമൊത്ത ഭീകരവാദ സംഘടനയാണ് ഖാലിസ്ഥാൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞു വെക്കാനാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും തീവ്രവാദ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ തീവ്രവാദത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം സാധിക്കുന്നതാണ്. പക്ഷേ ഇന്ത്യയിൽ വെച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം എന്താണ്? ഖാലിസ്ഥാൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട അനവധി തരത്തിലുള്ള സംഘടനകളെ ഇന്ത്യ തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞ് നിരോധിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തീവ്രവാദികളായി ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. അതിനാൽ ഇന്ത്യയിൽ കാലുകുത്തിയാൽ ഉടനടി അറസ്റ്റ് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യയിലുള്ള ആക്രമണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. ലോകം മുഴുവൻ പിടിച്ചടക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഭീകരവാദ സംഘടനകളുടെ പേരുകൾ നമുക്കറിയാം. അവരെല്ലാം എന്താണ് ചെയ്യുക? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആക്രമണ പ്രവർത്തനങ്ങൾ നടത്തും. എന്നാൽ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനം ഇന്ത്യക്കാണ് ഏറ്റവും അധികം ഭീഷണി. കാരണം എന്താണ്? ഇന്ത്യയുടെ പഞ്ചാബും ഹരിയാനയും ഹിമാചൽ പ്രദേശും ചേർത്ത് സിഖുകാർക്ക് രാജ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിനാൽ ഇന്ത്യയാണ് അവരുടെ ശത്രു. ഇന്ത്യയുടെ സ്ഥലമാണ് അവർക്ക് അവരുടേതാക്കി മാറ്റേണ്ടത്. ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും അധികം സിഖ് വംശജരുള്ള രാജ്യം ഏതാണ്? അതാണ് കാനഡ. അതുകൊണ്ട് ഖാലിസ്ഥാന്റെ ചില പ്രധാന നേതാക്കളെല്ലാം അവിടെയാണ് താമസിക്കുന്നത്. അവിടെ നിന്നുമാണ് പൗരത്വം എടുത്തിരിക്കുന്നത്. അവരെല്ലാം കനേഡിയൻ പൗരന്മാരാണ്. ഈ കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നുകൊണ്ട് പദ്ധതികൾ തയ്യാറാക്കി, പലപ്പോഴും പാകിസ്ഥാനിലടക്കം പോയി പദ്ധതികൾ തയ്യാറാക്കിയും ഫണ്ടുകൾ സ്വീകരിച്ചും അവർ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. എന്നാൽ ഇന്ത്യക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? അതാത് രാജ്യങ്ങളെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിക്കാൻ സാധിക്കും, അല്ലെ?
കൃത്യമായിട്ട് ഇന്ത്യ കാനഡയ്ക്ക് ഒരു കത്തയച്ചിരുന്നു. ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ഖാലിസ്ഥാനി ഭീകരവാദികളുടെ ചിത്രങ്ങളും പേരുകളും അവർ ചെയ്തിട്ടുള്ള കുറ്റങ്ങളും അതിൻ്റെ എല്ലാം വ്യക്തമായ തെളിവുകളും അടങ്ങിയ കത്തുകൾ. എന്നാൽ കാനഡ ഇത് വായിച്ച് അരികിലേക്ക് നീക്കി വെക്കുക മാത്രമായിരുന്നു, പ്രത്യേകിച്ച് നടപടികളൊന്നും സ്വീകരിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് മുൻപ് പറഞ്ഞതുപോലെ പാകിസ്ഥാനിലും UK-യിലും കാനഡയിലുമുള്ള അനവധി ഖാലിസ്ഥാനി നേതാക്കന്മാർ ഓരോരുത്തരായി അജ്ഞാതരുടെ ആക്രമണത്താൽ കൊല ചെയ്യപ്പെട്ടത്. പലരും വെടിയേറ്റ് മരിച്ചു, ചിലർ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചു, ചിലർ കാർ ആക്സിഡന്റുകളിലാണ് മരിച്ചത്. എന്താണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് വിചാരിച്ച് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ കോപ്പുകൂട്ടിയവരെല്ലാം ഓരോന്നായി മരണപ്പെട്ടു. ഇങ്ങനെയുള്ള ഒരു സമയത്താണ് 2023 ജൂൺ മാസം 18-ാം തീയതി ഹർദീപ് സിംഗ് നിജ്ജാർ എന്ന കനേഡിയൻ പൗരൻ കാനഡയിൽ വെച്ച് വെടിയേറ്റ് മരണപ്പെട്ടത്. അജ്ഞാതന്റെ വെടിയേറ്റാണ് മരണപ്പെട്ടത്. മുകളിൽ പറഞ്ഞതുപോലെ ആരാണെന്ന് നമുക്കറിയില്ല, അജ്ഞാതനാണ് കൊലപ്പെടുത്തിയത്. എന്നാൽ 2020 ഇന്ത്യ ഭീകരവാദിയായി പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തിയാണ്. 2013-ലും 2014-ലും പാകിസ്ഥാനിൽ പോയി ഖാലിസ്ഥാനി ഭീകരവാദികളെ കണ്ടു എന്ന് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളതും ഇതേ വ്യക്തിയുടെ പേരിൽ തന്നെയാണ്. ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് എന്ന് പറയുന്ന ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള തീവ്രവാദ സംഘടനയുടെ നേതാവുമാണ് ഇയാൾ. 2023 ഏപ്രിൽ മാസം ഇന്ത്യയിൽ വെച്ച് അമൃത്പാൽ സിംഗ് എന്ന ഖാലിസ്ഥാനി നേതാവിനെ ഇന്ത്യ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത്. അതാണ് സംശയത്തിന്റെ മുന ഇന്ത്യയിലേക്ക് നീട്ടിയത്. പോരാതെ നമുക്കറിയാം, ഖാലിസ്ഥാനി നേതാക്കളെ വധിക്കാൻ എന്താണെങ്കിലും മറ്റു രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇന്ത്യ തന്നെ ആയിരിക്കാമെന്നാണ് പല രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇത് പാടെ നിഷേധിക്കുകയാണ്. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അജ്ഞാതരല്ലേ കൊല നടത്തിയത് എന്നാണ് ഇന്ത്യയുടെ പക്ഷം. എന്നാൽ നാറ്റോ സഖ്യകക്ഷിയിൽ അംഗമായിട്ടുള്ള കാനഡയിൽ, അതായത് ഞങ്ങളുടെ ഇന്റലിജൻസ് എല്ലാം വളരെ വലുതാണ് എന്ന് എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്ന സായിപ്പിന്റെ മണ്ണിൽ പോയി സായിപ്പിന്റെ പൗരനെ, അല്ലെ കനേഡിയൻ പൗരനെ തന്നെ വകവരുത്തി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ പറ്റുമോ? കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയിൽ G20 സമ്മിറ്റിന് വേണ്ടി വന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ഇതിന് പിന്നിൽ ഞങ്ങളല്ല എന്ന് നിസ്സംശയം പറഞ്ഞു കഴിഞ്ഞു. കനേഡിയൻ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വന്നത് തന്നെ 2 വാക്ക് പറയണം എന്ന് കരുതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ 2 ദിവസം തങ്ങാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. സാധാരണ രാഷ്ട്ര നേതാക്കൾ ഇന്ത്യയിലൊക്കെ വരുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ് വിസിറ്റ് ഒക്കെ നടത്തിയിട്ടാണ് പോവാറ്. എന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ പോവും എന്ന നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. എന്നാൽ കനേഡിയൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്നിട്ടുള്ള സായിപ്പിന്റെ വിമാനമില്ലേ, അത് കേടായിപ്പോയി. അതുകൊണ്ട് 3 ദിവസം ഇന്ത്യയിൽ തങ്ങേണ്ട അവസ്ഥ അദ്ദേഹത്തിന് വന്നു. നമുക്കറിയാം, ഇന്ത്യ ഒരു റോയൽ സർവീസ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറായിരുന്നു. എന്നാൽ അതൊന്നും വേണ്ട, നിങ്ങളുടെ വാഹനം എനിക്ക് വേണ്ട എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. മാസിടാൻ വേണ്ടി ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ വിമാനം കേടായിട്ട് ഇന്ത്യയുടെ വിമാനത്തിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് നാണക്കേടാണല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹം 3 ദിവസം കഴിഞ്ഞ് വിമാനമെല്ലാം നന്നാക്കിയിട്ടാണ് തിരിച്ച് സ്വന്തം രാജ്യത്തേക്ക് പോയത്. സ്വന്തം രാജ്യത്തെത്തി കനേഡിയൻ പാർലമെന്റിൽ അദ്ദേഹം വീണ്ടും ഇന്ത്യക്കെതിരെ പ്രസംഗിക്കുകയാണ്. അതായത് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയാണ്. ഒന്ന് ചിന്തിക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ലോകത്തിലെ 5ാമത്തെ വലിയ എക്കോണമി, ഒരു ന്യൂക്ലിയർ പവർ ആയിട്ടുള്ള രാജ്യം, ലോകമെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, വികസിക്കാൻ വളരെയധികം പൊട്ടൻഷ്യലുള്ള, നാളത്തെ ലോകത്തിന്റെ ഭാവി എന്ന് കരുതപ്പെടുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിനെതിരെയാണ് യാതൊരു തെളിവുമില്ലാതെ കനേഡിയൻ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങൾ ഇന്ത്യ നിഷേധിക്കുകയാണ്. തെളിവ് എവിടെയെന്നാണ് കാനഡയോട് ചോദിച്ചത്. ഇന്ത്യയോടുള്ള പ്രതിഷേധം അറിയിക്കാൻ കാനഡയിലെ ഇന്ത്യൻ ഡിപ്ലോമാറ്റിനെ കാനഡ പുറത്താക്കുകയാണ്. ഇന്ത്യ വെറുതെ നിന്നില്ല, കനേഡിയൻ ഡിപ്ലോമാറ്റിനെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയും പുറത്താക്കി. കൂടാതെ കനേഡിയൻ പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ വേണ്ട വിസയില്ലേ, അത് നൽകുന്നതും ഇന്ത്യ നിർത്തിവെച്ചു. കാനഡയിൽ നമുക്കറിയാം, നമ്മൾ അറിയുന്ന ധാരാളം പേർ പോയിട്ടുണ്ടാവും, എനിക്ക് പരിചയമുള്ള ധാരാളം പേർ പോയിട്ടുണ്ട്. കാനഡയിൽ ഇപ്പോൾ ഒന്ന് നോക്കിയും കണ്ടും നിൽക്കണമെന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും അധികം സിഖ് മതവിശ്വാസികൾ അധിവസിക്കുന്ന രാജ്യമാണ് എന്ന് മാത്രമല്ല, ഖാലിസ്ഥാൻ മൂവ്മെൻറ്റിന് നല്ല വേരോട്ടമുള്ളൊരു സ്ഥലമാണ്. കാനഡ ഒരിക്കൽ പോലും അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. ഒരുപക്ഷെ ഈ നയതന്ത്ര പ്രതിസന്ധി കുറച്ചധിക കാലം നിന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസം വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. എങ്കിലും ഈ നയതന്ത്ര യുദ്ധം കുറച്ചു കാലം മുന്നോട്ട് പോവുകയാണെങ്കിൽ കാനഡ പരാജയപ്പെടാനാണ് സാധ്യത കൂടുതൽ. കാരണം കാനഡ എന്ന് പറയുന്നത് അത്രത്തോളം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എക്കോണമിയായിട്ട് ഇപ്പോൾ അധികം രാജ്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇൻഡോ പസഫിക് റീജിയനിലെ ട്രേഡിനെ വളരെ കാര്യമായിട്ട് തന്നെ എടുക്കുന്ന ഒരു സമയമാണ്. ചൈനയാണ് അവർ മുഖ്യ ശത്രുവായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇന്ത്യയുമായി സൗഹൃദ ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാറ്റോയിലെ സഖ്യരാജ്യമാണ് കാനഡയെങ്കിലും നമ്മൾ, അതായത് ഇന്ത്യ, കാനഡയെ ആക്രമിച്ചതിനോ അല്ലെങ്കിൽ കനേഡിയൻ പൗരനെ വകവരുത്തിയതിനോ യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ല.
ഇത്തരത്തിൽ തെളിവുകളില്ലാത്തൊരു കാര്യത്തിന് എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നേരിട്ട് മറ്റൊരു രാജ്യത്തെ പഴിചാരി ആരോപിക്കാൻ സാധിക്കുക? അതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് ഇതിൽ ഇടപെടാനുള്ള സാധ്യതകളെല്ലാം വളരെയധികം കുറവ് തന്നെയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഈ നയതന്ത്ര പ്രതിസന്ധി കുറച്ചു കാലം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നഷ്ടം ഇന്ത്യക്കാവില്ല, കാനഡയ്ക്കാവും എന്ന് തന്നെയാണ് വിദഗ്ധാഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമെല്ലാമാണ് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഖാലിസ്ഥാൻ മൂവ്മെന്റിനെ കുറിച്ചും പറയാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ചിന്തകളും എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾ കമന്റിൽ എഴുതണം. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.